ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ടുഡേ നമ്മൾ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ട്രൈ ചെയ്യാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ഐ തോട്ട് ഒരു ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഒരു ഈസി, വളരെ കുറച്ച് സ്റ്റെപ്സ് ഉള്ള ഒരു മേക്കപ്പ് വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, നല്ലൊരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്ത് യൂസ് ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഇറ്റ്സ് എ മെഡിക്കേറ്റഡ് വൺ. സോ ഞാൻ പല പല മോയ്സ്ചറൈസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഐ സ്റ്റാർട്ട് ടു ഗെറ്റ് പിമ്പിൾസ്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ച് അതിന് പറ്റിയ മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. I really love this one. ഇതൊരു മിൽക്ക് സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതും ഡോക്ടർ പ്രിസ്ക്രൈബ് ആണ്. പക്ഷെ ഇത് നല്ലൊരു ഗ്ലോ ആയിട്ടോ. ഇത് മാത്രം ഉപയോഗിക്കുമ്പോഴും ഞാൻ കുറച്ച് ഹെവി എന്നല്ല, ബട്ട് പ്രോപ്പർ മേക്കപ്പ് ചെയ്തിട്ട് കുറെ നാളായി. കാരണം ഐ ഓൾറെഡി ടോൾഡ് എനിക്ക് കുറച്ച് പിമ്പിൾസ് വരാൻ തുടങ്ങി റിഗാർഡിങ് മൈ ഹോർമോൺ പ്രശ്നങ്ങൾ. അപ്പോൾ ഐ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം സച്ച് മേക്കപ്സ്. പിന്നെ എപ്പോഴും സൺസ്ക്രീൻ മോയ്സ്ചറൈസർ കുറച്ച് അധികം ഉപയോഗിക്കാറുണ്ട്. അണ്ടർ ഐ ആണ് ചെയ്യാറില്ല. അപ്പം എനിക്ക് ആ നാക്ക് കുറച്ച് പോയി. ബട്ട് ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഫൗണ്ടേഷൻ ലിപ്സിന് മുന്നിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഞാൻ ലൈക്ക് ഓൾമോസ്റ്റ് 4-5 years ആയിട്ട് യൂസിങ് ബോബി ബ്രൗൺ ഫൗണ്ടേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹുദ ബ്യൂട്ടി അല്ലെങ്കിൽ ഫെൻറ്റി, അതൊക്കെ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുന്ന പരിപാടികളായിരുന്നു. എപ്പോഴും എനിക്ക് അങ്ങനെ മാച്ച് ആവാറേ ഇല്ല. ഒന്നുകിൽ ഡ്രൈ ആവും, അല്ലെങ്കിൽ പിന്നീട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും സ്കിന്നിൽ. ആൻഡ് ഞാൻ പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം എസ്റ്റലോദറിന്റെ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചു. ബട്ട് അത് നല്ലതായിരുന്നു, ക്ലിനിക്ക് നല്ലതായിരുന്നു. പക്ഷെ കവറേജ് കുറച്ച് വളരെ കുറവായിരിക്കും. പിന്നെ അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് ദിസ് വൺ. ഇതെന്റെ പുതിയ ബോട്ടിലാട്ടോ. എൻ്റെ ചെറിയ ബോട്ടിലാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. തൽക്കാലം ഈ ഷെയ്ഡിന് ചെറുത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ മേടിച്ചത്. വേഗം തീർക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വിഷമമല്ലോ, വെറുതെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കളയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം കവറേജും തരുന്നുണ്ട്, പ്ലസ് സ്കിന്നിന് വേറെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ആൻഡ് നമ്മൾ പ്രൈമർ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ നോർമലി പ്രൈമർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ തൽക്കാലം ഒരു മേക്കപ്പ് ഗ്ലോ സെറം ഉണ്ട് ഫ്രം ലനേജ്. ഇത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്ന് ചുമ്മാ ട്രൈ ചെയ്യാം. നോർമലി ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ഇടാറ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിറം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറമേ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. ബട്ട് ഐ ലൈക്ക് ടു മിക്സ് ഇറ്റ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ആവും. നല്ല മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും, ചില ജെൽ അല്ലെങ്കിൽ ചില സിറം ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ്. സോ എനിക്ക് മോയ്സ്ചറൈസർ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടം. നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവാൻ എളുപ്പമാണ് നമ്മുടെ സ്കിന്നിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നന്നായിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. കൺസീലർ ഇത് പൊട്ടി. അതെനിക്ക് മാത്രമാണെന്ന് അറിയില്ല. ഈ ഹുദ ബ്യൂട്ടിന്റെ ഒരു ഫോക്സ് ഫിൽറ്റർ കൺസീലർ ഉണ്ട്. ഇത് ഞാൻ താഴെ ഒന്നും ഇടുന്നില്ലെങ്കിലും കുറച്ച് ഇത് പൊട്ടി പോകുന്നുണ്ട്. അതിന്റെ ക്യാപ്പ് അതുകൊണ്ട് ഫുൾ നമ്മുടെ പൗച്ചിലും എല്ലാത്തിനകത്തും ഇതാണ്. എനിക്ക് ഫേസ് പൗഡറിനേക്കാളും മുന്നേ ചീക്ക് ടിന്റ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിന് മുകളിൽ നമ്മൾ ഫേസ് പൗഡർ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കും. കുറച്ച് നാൾ മുന്നേ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്ക് അതും ഇഷ്ടമാണ്. ഇതിപ്പം മറ്റേ ലൂസ് പൗഡറാണ്, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ സെറ്റിംഗ് പൗഡർ. ഓക്കെ, സോറി, സെറ്റിംഗ് പൗഡർ ആണത്. കോമ്പാക്ട് പൗഡർ വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. ആക്ച്വലി
കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റിംഗ് പൗഡർ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ജസ്റ്റ് സെറ്റിംഗ് പൗഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ കണ്ണാടി ഈ സൈഡിലാണ്, പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഈ സൈഡിലോട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഇടുന്നത്. കാരണം കണ്ണാടി അവിടെ ഉണ്ട്. ചില സംഭവങ്ങൾ നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ കറക്റ്റ് കിട്ടൂല. അപ്പൊ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. നൈക്കയുടെ ഐബ്രോ പാലറ്റ് ആണ് ഇത്. എപ്പോഴും പൊട്ടിപ്പോവാൻ, ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാനും നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് കണ്ണ് ഐബ്രോ ടച്ച് ചെയ്യാം. എന്റെ ഐബ്രോയുടെ ഒരു പ്രധാന പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചതാണ്. എന്റെ ഒരു ഐബ്രോ താന്നും ഒരു ഐബ്രോ മുകളിലേക്ക്. അത് എന്റെ കണ്ണിലും ചെറുതായിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഐബ്രോ ഇങ്ങനെ കുറച്ച് താന്നും കാണിക്കണം. എവിടെയോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ഐബ്രോ വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഐബ്രോ ത്രെഡൊക്കെ ചെയ്യാൻ നമ്മൾ പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റ് ആയിട്ട് വെക്കാൻ. കാരണം ഒരെണ്ണം നന്നായിട്ട് വരുമ്പോൾ ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച വെക്കാറുണ്ട്. ഐ തിങ്ക് ഫോർ മോസ്റ്റ് ഓഫ് ദ കുറച്ച് അങ്ങനെ ആയിരിക്കും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആശ്വസിക്കുന്നു. പക്ഷെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഐ ഷാഡോ ലൈറ്റ് ആയിട്ട് ഇടാം. എന്നിട്ട് കണ്ണൊന്ന് സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. എനിക്ക് വാം ടോൺസ് ലൈക്ക് ന്യൂഡ്സ്, ബ്രൗൺസ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ഏതൊരു ഔട്ട്ഫിറ്റ് ഇട്ടാലും ഞാൻ ലാസ്റ്റ് കറങ്ങേണ്ടത് ഞാൻ അവിടെയാണ് എത്തുന്നത്. അതിപ്പം എന്നെ മേക്കപ്പ് ചെയ്ത് എന്റെ മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രണ്ട്സിനെ അറിയാം. അത് ഞാൻ പറയും എനിക്ക് ലൈറ്റ് ആയിട്ട് മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി എന്നൊക്കെ പറയും. ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടി എന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഫോൺ അവിടെ ഇറങ്ങി കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബ്രൗൺ ന്യൂഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലെത്താറുണ്ട്. സോ ഞാൻ എന്റെ പാലറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഇത്രയും ഷെയ്ഡ്സ് ആണ്. അവസരം ഞാൻ ഈ ഒരു ഷെയ്ഡിലെത്തുമെന്ന് എനിക്കറിയാം. ലാഷ് വെക്കാൻ തീരുമാനിച്ചു. സോ അതുകൊണ്ട് കണ്ണ് ലൈറ്റ് ആയിട്ടൊന്ന് ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോ ഇത് ഞാൻ തൽക്കാലം കണ്ണാടി നോക്കി ചെയ്യാൻ പോവാണ്. കാരണം കണ്ണാടി നോക്കി ചെയ്തിട്ട് തന്നെ മര്യാദയ്ക്ക് വരാറില്ല. അപ്പൊ ഞാൻ ഫോൺ നോക്കി ചെയ്ത് ഫുൾ ഫോളോ ആവും. അപ്പൊ ഞാൻ വേഗം കണ്ണ് എഴുതി ലാഷ് വെച്ചിട്ട് വേഗം വരും. സോ ഗൈസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ണ് എഴുതി ലാഷ് വെച്ചു, അതിന്റെ പുറത്ത് മസ്കാര ഇട്ടു. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഞാൻ കുറെ സമയം സെറ്റ് ആക്കി. ഞാൻ ആ സമയം കൊണ്ട് എന്റെ കമ്മലും വളയും വാച്ചും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഐ കൻ ആക്ച്വലി ഗിവ് യു ട്യൂട്ടോറിയൽ. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഇൻ കേസ് ഈ ലാഷും ഈ പരിപാടിയും എങ്ങനെയാ സെറ്റ് ആക്കുക, ഏറ്റവും ഈസി വളരെ കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. നമുക്ക് അതൊരു സെപ്പറേറ്റ് വ്ളോഗ് ആക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. കാരണം അത്രയും ഞാൻ പണിയെടുക്കാറുണ്ട് ഈ ലാഷും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാഷസ്. എനിക്ക് പൊതുവേ ലാഷസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മള് ജസ്റ്റ് കമ്മലിട്ടു, വാച്ച് ഇട്ടു. പിന്നെ ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു, പേജിനാന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു പേജ് ഉണ്ട്. ആ പേജിന് അവർ തന്നെയാണ്. ആൻഡ് ഡ്രസ്സ് ഫ്രം ബെറ എന്റെ മോൾഡീവ്സ് ഡ്രസ് അവരായിരുന്നു. ഇതാ ഞാൻ പെരുന്നാളിന് ഇട്ട ചുരിദാറാണിത്. അപ്പോ പെരുന്നാളിന് ഇട്ടതിന് ശേഷം എന്താണ് ഇടുന്നത്. ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് തൽക്കാലം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബ്രിക്ക് ഓറഞ്ച് കുറച്ച് ഡാർക്ക്, അതിനേക്കാൾ ഇത്ര ലൈറ്റ് ആണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയലും ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു സോഫ്റ്റ് ആണ്. അപ്പോ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ജസ്റ്റ് ഒന്ന് റെഡി ആവും. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ. പിങ്ക് ടീ വൈൽഡിന്റെ ലിപ് ബാം ആണ്. ഇവരുടെ ടെൻഡറാണ് ഇത്. ജസ്റ്റ് നോർമൽ ഡൂയി ലിപ് ട്രീറ്റ്മെന്റ് ലിപ് ബാം ആണ്. സോ ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ നമുക്ക് അത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. ലിപ് ബാം ഫസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ആൻഡ് ദിസ് ഇസ് ഫ്രം മാക്. ദിവാലി എഡീഷൻ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് ഇവരുടെ. വാം വിഷസ് എന്നാൽ ശരി. ഞാൻ അന്നേ പോയി മേടിച്ചു വെച്ചു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ സ്കിന്നിന് പറ്റിയ ലിപ്സ്റ്റിക് എന്ന് എനിക്ക് തോന്നി. കാരണം നോർമലി ഞാൻ എപ്പോഴും 2 ഷെയ്ഡ് മിക്സ് ചെയ്യേണ്ടി വരാറുണ്ട്, 2 or 3 ഷെയ്ഡ്സ് ആവാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് ജസ്റ്റ് ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. സോ ഐ എം വെരി ഹാപ്പി. ഇത് കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് തീരാറ്. അപ്പം
നമുക്ക് ഉപയോഗിക്കാം. എന്നെ പോലത്തെ സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് ദ ബെസ്റ്റ് ആണ്. ഞാൻ ഒരൊറ്റ ലിപ്സ്റ്റിക് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ദിസ് വൺ. ഇതിപ്പോ ഉണ്ടോന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലൊക്കെ ഉണ്ടായിരിക്കും. അന്ന് ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ ഒരു ദിവാലിക്ക് ഇറക്കുന്നത് അവരുടെ ലൈക് ഡിസൈൻ ഒക്കെ കണ്ടു. നോർമലി നമ്മൾ മാക്കിന് കാണാത്തൊരു ഡിസൈൻ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. സോ ഐ റിയലി ലവ് ദിസ്. ഞാൻ മാക്സിമം തീർക്കാതെ എങ്ങനെയും വെക്കാൻ നോക്കുകയാണ്. ഇത് ബ്ലഷ് ആണ്. ഇറ്റ്സ് ഫ്രം കെ ബ്യൂട്ടി. അവരുടെ മാറ്റ് ബ്ലഷ് ആണിത്. ഡസ്റ്റി റോസ്. ഇത് ഫർമർ ഞാൻ ചുമ്മാ ഇങ്ങനെ സാധനം മേടിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞത് യു ഹാവ് ടു ബൈ ദിസ്, നന്നായിട്ടിരിക്കുന്നു. സോ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അപ്പം വളരെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുക. ബ്ലഷ് ഇല്ല, ജന്മന ഇവിടെ ഇങ്ങനെ പിങ്ക് ഇല്ലാത്തതിനാൽ നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. That's correct. So I'm ready. You know the perks of having curly hair? നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തോരം എളുപ്പമാണെന്ന് അറിയാം. ജസ്റ്റ് കുളിച്ചിട്ട് ഇറങ്ങാം, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഇടുക. ലൈക്ക് എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ എണീക്കുക, ഹെയർ സെറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് ഒരു മണിക്കൂറോളം അവിടെ പോകാമായിരുന്നു. ഇപ്പം എനിക്ക് പഴയ പോലെയാണ്. വെരി ഹാപ്പി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം, കാരണം മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റും. സോ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് എളുപ്പമാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ ബേസിക്സ് കൺസീലർ, സൺസ്ക്രീൻ, ഫൗണ്ടേഷൻ, പിന്നെ ഐ മേക്കപ്പ് ആൻഡ് ലിപ്സ്റ്റിക്, ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ലോഗ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.